ബഹുമാനപ്പെട്ട ജഡ്ജി ദയവായി കേൾക്കണം. 5-6 മാസം കഴിഞ്ഞു ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവന്നിട്ട്. ഇടയ്ക്കിടയ്ക്ക് കാഴ്ച വസ്തുവിനെ പോലെ കോടതി കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുപോകും. ചെയ്ത കുറ്റം എന്തെന്നറിയാതെ, ഭാവി എന്തെന്നറിയാതെ ഇനിയും ഈ ശിക്ഷ സഹിക്കണോ? മാതൃകാ അധ്യാപകനുള്ള പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ വാങ്ങിയ ആളാണ് ഞാൻ. അധ്യാപന വൃത്തിക്കിടയിൽ ഒരു കുട്ടിയെ പോലും ഒരിക്കലെങ്കിലും വേദനിപ്പിക്കാത്ത ഞാനും എന്റെ കുടുംബവും ഈ പൈശാചിക കൃത്യത്തിന് കൂട്ടുനിന്നു എന്ന് പറയുമ്പോ ഇനിയും സഹിക്കാൻ വയ്യ സാർ. സമസ്ത കുറ്റവും ഞാൻ സ്വമേധയായി ഏറ്റിരിക്കുന്നു. ഇനി കിട്ടാനുള്ള പ്രതികളുടെ കുറ്റം കൂടി ഞാൻ ഏൽക്കുന്നു. തൂക്കിക്കൊല്ലാൻ എത്തിച്ചേക്കണം സാർ. അതോടെ എല്ലാം അവസാനിക്കുമല്ലോ. എന്താ അവർ ചെയ്ത കുറ്റം? പലരും കോടതിയിൽ നടത്തിയ വികാര പ്രകടനങ്ങൾ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് കേട്ടത് അതുപോലെയല്ല. നന്നായി ഉള്ളിൽ തട്ടിയ ഒരു മനുഷ്യന്റെ വിലാപമായിരുന്നു അത്. A judge need not be sentimental, but necessarily he must be sensible. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താ അവർ ചെയ്ത കുറ്റം? ഗൂഢാലോചന, യാഥാർത്ഥ്യം മറച്ചുവെക്കൽ, പ്രേരണ, കുറ്റവാളി ഒളിപ്പിക്കൽ, or something else? Come on, tell me, what's their crime? നിങ്ങളല്ലേ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസർ. നിങ്ങൾ പറയൂ, എന്താ അവർ ചെയ്ത കുറ്റം? അത് മറ്റുള്ള പ്രതികളെ കൂടി ലഭിച്ചാലല്ലാതെ. അവരെ കോടതി തേടി പിടിച്ച് കൈ കൊണ്ടു തരുന്നതാണോ പ്രതീക്ഷിക്കുന്നത്? അതോ അവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവരെ ഇവർ ജയിലിൽ കിടക്കണോ? കോടതിക്ക് തോന്നുന്നുവെങ്കിൽ അവരെ വിട്ടയക്കാമായിരുന്നു. How dare you say this now? നിങ്ങൾ അനുവദിച്ചോ അവരെ വിട്ടയക്കാൻ? അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ സ്വമേധയാ ഏത് പ്രതിയും ജാമ്യത്തിന് അർഹനാണ്. ഇവരുടെ കാര്യത്തിൽ കോടതി അതിന് തീരുമാനമായപ്പോൾ നിങ്ങൾ അതിനെ വെഹമെന്റ് ആയിട്ട് എതിർത്തില്ലേ? വിട്ടാൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകും, പുറത്ത് കണ്ടാൽ ജനം അവരെ ആക്രമിക്കുമെന്നൊക്കെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഘോരഘോരം വാദിച്ചില്ലേ? കാരണം മീഡിയ അത്രയ്ക്ക് ജനരോഷം ഉണ്ടാക്കി വെച്ചിരുന്നു ഇവർക്കെതിരെ. ഇവിടെ പലർക്കും വല്ലാത്ത ആവേശമായിരുന്നല്ലോ ദിവസേന പത്രവാർത്തയോടൊപ്പം ഫോട്ടോയും അച്ചടിച്ച് കാണാൻ. ഇതുവരെ പ്രധാന കുറ്റവാളികൾ ആരൊക്കെയാണെന്ന സൂചന പോലും നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ മോട്ടീവും കോൺസ്പിറസിയും. വാട്ട് ഹാപ്പൻ ടു ദാറ്റ് കില്ലർ വുമൺ? ഈസ് ഷീ അലൈവ് ഓർ ഡെഡ്? ഈ ഫോട്ടോയെ ശിക്ഷിക്കാൻ കഴിയില്ല. ഐ എം സോ സോറി ടു സേ ദിസ് നൗ. ദർ ഇസ് എ സീരിയസ് ലാപ്സ് ഫ്രം യുവർ സൈഡ്. നിങ്ങൾ ഈ കേസ് സത്യസന്ധമായി അന്വേഷിച്ച് പൂർത്തീകരിക്കുമെന്ന വിശ്വാസം കോടതിക്ക് ഇല്ലാതായിരിക്കുന്നു. മറ്റേതെങ്കിലും ഏജൻസിയെ വെച്ച് ഈ കേസ് അന്വേഷിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഗവൺമെന്റുമായി ആലോചിക്കാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് അറിയിക്കണം. തൃപ്തിയായില്ലേ? ഉടനെ വിളിക്കും പത്രക്കാരെ. എന്നിട്ട് ഈ വിശേഷം കൂടെ അറിയിക്കും. ഗുഡ് മോർണിംഗ് മാഡം. ഇതെന്താടോ? പുതിയൊരു കേസാ. മായന്നൂർ പെൺവാണിപ്പം. സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എനിക്ക് സൗകര്യമില്ല അന്വേഷിക്കാൻ. എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞ ആളോട് പറഞ്ഞേക്ക്. ഡൽഹിയിൽ നിന്ന് പുതിയ അന്വേഷണ സംഘം വരുന്നുണ്ടല്ലോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇതും അവരെ തന്നെ ഏൽപ്പിക്കാൻ പറ. There is a limit for discrimination. I had enough. ഇതാദ്യത്തേതല്ല, പല പ്രാവശ്യമായി ഞാൻ ഈ അപമാനം സഹിക്കുന്നു. കണ്ണൂരിൽ വെച്ച് തുടങ്ങിയതാ. അവിടെ ഉണ്ടായ വെടിവെപ്പ് കേസ് ഏതാണ്ട് തീരാറായപ്പോ കൊള്ളില്ലെന്നും പറഞ്ഞ് എന്നെ മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. പിന്നെ തുടങ്ങിയ കന്യാസ്ത്രീയുടെ ആത്മഹത്യാ കേസ്. 1 വർഷത്തെ അധ്വാനത്തിന് ശേഷം ഏതാണ്ട് പ്രതിയെ പിടികൂടുമെന്നായപ്പോ അന്ന് എനിക്കെതിരെ പടവാളെടുത്ത പത്രത്തെ പ്രീതിപ്പെടുത്താൻ അവരാ കേസ് CBI ഏൽപ്പിച്ചു. ഇപ്പതേ ഇതും. എന്നിട്ട് എന്തായി? ആ കേസിനൊക്കെ എന്ത് സംഭവിച്ചടോ? ഇപ്പോഴും കൂറയും കുത്തി പൊടിയും പിടിച്ച് കിടക്കുന്നില്ലേ? ഞാൻ നിർത്തിയിടത്ത് നിന്നും 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞോ? ഈ കേസിലും അതേ സംഭവിക്കൂ. സിറ്റ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. പഴയ വീഞ്ഞ് പുതിയ ലേബിൾ ഇറക്കിയിരിക്കുക. അതൊരിക്കലും സ്റ്റാൻഡ് ആവാൻ പോകുന്നില്ല മാഡം, ഉറപ്പ്. താൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഈ ദുരന്തത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പറയാം. അത് ശരിയോ തെറ്റോ ആവാം. കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശത്രുക്കളിൽ ഒരു കൊലയാളിയെയും അയാളുടെ സഹായിയായി പ്രബലനായ മറ്റൊരു വ്യക്തിയെയും കാണുന്നുണ്ട്. ശത്രുക്കൾക്ക് ഈ കർമ്മം കൊണ്ട് എന്താ ലാഭം? ആ ലാഭം തന്നെ ആയിരിക്കണമല്ലോ അവരുടെ ലക്ഷ്യവും. ആ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വല്ലാത്ത നിഗൂഢത കാണുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നതോ കാണുന്നതോ അല്ല ശത്രുക്കളുടെ ലക്ഷ്യം. ഇനി നിവൃത്തി? കുറ്റം തെളിയിക്കപ്പെടുമോന്ന് അറിയാനാണ് എല്ലാവർക്കും ആഗ്രഹം, അല്ലേ? അന്വേഷണത്തിനിടയ്ക്ക് പല ദുർഘടങ്ങളും വന്നേക്കാം. അതിൻ്റെ ഗതി തന്നെ മാറിയെന്നും വരാം.
ഇതൊക്കെ ആണെങ്കിലും വ്യാഴത്തിന്റെ സ്ഥാനം അനുകൂലാവസ്ഥയിലായതുകൊണ്ട് നേരിയ പ്രകാശം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിവർത്തികാരകന്റെ സ്ഥാനവും. നിവർത്തി തരേണ്ട ഗ്രഹത്തിന്റെ ദർശനം വടക്കോട്ട. വടക്കോട്ടെന്ന് പറയുമ്പോൾ അന്വേഷണത്തിന് അവസാനം ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും. ഈശ്വര, ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ ഒരു ദുശകനം? കരുതാത്തത് എന്തെങ്കിലും എന്റെ നാവിൽ നിന്ന് വീണുപോയോ? ഹലോ. വെൽക്കം സർ. പൊതുവാണ് പ്ലീസ്. ദൈവമേ, ഇങ്ങോട്ടായിരുന്നു. അപ്പോ സാറിന് ഇതിനൊക്കെ വിശ്വാസമുണ്ട്. അത് ഏതായാലും നന്നായി. അല്ല, ഒരു വലിയ കാര്യത്തിൽ ഇറങ്ങുമ്പോ പട്ടേരിയുടെ അനുഗ്രഹവും ഉപദേശമൊക്കെ വാങ്ങിക്കുന്നത് നല്ലത് തന്നെ. ബഹു കേവല ആള്, അനുഭവം ഉണ്ട്. രാവിലെ മുതൽ എല്ലാവരും കാത്തിരിക്കാ. അച്ഛനെവിടെ? അകത്തുണ്ട്, ദയവാരം കഴിഞ്ഞുള്ളൂ. ഞാൻ ദാ വരുന്നേ. ചങ്ങരട്ട പെട്ടിയൊക്കെ നടത്താത്ത ഞാൻ ഉടനെ ഇറങ്ങും. വണ്ടി തിരിച്ചിട്ടുള്ളൂ. പട്ടേരിയുടെ മകനാണോ? അതെ, ആണായിട്ടും പെണ്ണായിട്ടും ഒരാളേ ഉള്ളൂ. ഭാഗ്യവാൻ. ഇതുപോലൊരു അച്ഛൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ DGP ആയതേ. അപ്പോഴേക്കും പോവായോ? എയർപോർട്ടിൽ നേരെ ഇങ്ങോട്ടാ വന്നേ. ഓഫീസിലേക്കൊന്ന് ചെല്ലട്ടെ. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ എത്തും. നല്ല മാമ്പഴ പുളിശ്ശേരിയും ഇടിച്ചക്ക തോരനും ഉണ്ടാക്കി വെച്ചേക്കണം. പറഞ്ഞത് രണ്ടും അടുപ്പത്തുണ്ടേ. നീ എന്താ ആഹാരം ഒന്നും കഴിക്കുന്നില്ലേ? പോവല്ല. പിന്നെ നീ വല്ല തടിച്ചിരിക്കുന്നേ? തടിയാ? ഓ. അല്ല ജോത്സരേ, ഓ, എന്റെ സമയം ഇപ്പൊ എങ്ങനെയുണ്ട്? രക്ഷപ്പെടുവോ? ശത്രുദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നാവ് നന്നായിരുന്ന ഒരു ശത്രുവിനെ പേടിക്കണ്ട. കുറുന്തോട്ടിക്ക് വാദോ. പട്ടേരിയുടെ മോൻ എവിടുത്താ ശത്രു? നമ്മുടെ ഓഫീസ് എവിടെ? ടൗണിൽ തന്നെയാണ് സർ. അങ്ങനെ അച്ഛൻ തിരുമേനി കാരണം എനിക്കൊരു വലിയ കേസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിതിന് DYSP ആയി. അച്ഛനോടുള്ള എന്റെ കടപ്പാട് പറഞ്ഞാലൊന്നും തീരുകയില്ല. ഈ കേസിനെ കുറിച്ചും അദ്ദേഹം ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ സാറിന്റെ ഭാഗ്യം. ഇനി അച്ഛനും മകനും കൂടെ ഒന്നിച്ച് ചേർന്നാൽ പിന്നെ. ഗവൺമെന്റ് ഓഫിന്റെ ശമ്പളം കൊടുക്കുന്നത് പട്ടേരിക്കല്ലോ, ഞാനല്ലേ പൊതുവാളെ അത് രണ്ട് കൈ നീട്ട് വാങ്ങിക്കുന്നത്. വേറെ സായി ആയി. സാറിപ്പോ ഓഫീസിലല്ലേ? Where is I? Where is I? Office of the Director Special Investigation Team. Investigation. TIGATION. ഐ എവിടെ? ഓ, ഐ വേണ്ടേ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സർ. റിമൂവ് ദ ബോർഡ്. ഈ ഓഫീസിന് ബോർഡ് വേണ്ട. കം. This is Mr. Prasad. This is Mr. Peter. Mr. Pudua. Hello. Where is Nirmala? She's there. ഗുഡ് മോർണിംഗ് സാർ. Morning. Records എല്ലാം കിട്ടിയോ? കുറച്ചുകൂടി കിട്ടാനുണ്ട് സാർ. Okay. എന്താണ് സർ? ഉഴുന്ന് പരിപ്പ് 2 കിലോ, തോരപ്പരിപ്പ് 2 കിലോ, വെളിച്ചെണ്ണ 1 കിലോ. സെക്ഷനുള്ളവർ ഫയലുകൾ തയ്യാറാക്കി തരുന്നതിൽ അറിയാതെ. ഫയല്
നിങ്ങൾ എല്ലാവരും ഇവിടെ താമസിക്കുന്നത്? ഞാൻ ഗസ്റ്റ് ഹൗസിൽ. പ്രസാദും പീറ്ററും ഇവിടെ അടുത്തൊരു ലോഡ്ജിലാ. സർ, പിന്നെ വൺ മിസ്റ്റർ പൊതുവാളാണ് ലോക്കൽ അസിസ്റ്റൻസിന്. He is Mr. Padwal. Okay, Mr. Padwal. Tomorrow morning we'll go to the police headquarters at 9 o'clock sharp. Sir. Until then you are free. Okay? Bye. Yes. സർ, ജോലി വൃത്തിയായിട്ട് നടക്കണമെങ്കിൽ ലോക്കൽ അസിസ്റ്റൻസിന് വല്ല സ്മാർട്ട് ചെറുപ്പക്കാരെ വിട്ടു തരാൻ പറയണം സർ. ഹി ഈസ് ടു ഓൾഡ് ഫോർ ദിസ് കൈൻഡ് ഓഫ് ജോബ്. Just try with it.